എത്ര സമയം ഞാൻ റെഡിയായി നിൽക്കുന്നത്? ഇത് എന്തോ നീ മുടിയിട്ട് കാണിക്കുന്നത്? അയ്യേ, ഇത് എന്തൊരു മുടി കാട്ടാളനെ പോലെ. നീ ഇങ്ങ് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ മുടിയെല്ലാം ഞാൻ ഇന്ന് വെട്ടിക്കളയുന്നുണ്ട്. മുടി വെട്ടുമെന്നായിരിക്കും. നടക്കൂല മോളെ. അമ്പടാ പുളുസു എന്നെ സോപ്പിട്ട് ഇങ്ങനെ പുറത്ത് പോകാമെന്നും പറഞ്ഞ് എന്നെയും കൊണ്ട് പോവുകയാണ് കേട്ടോ, മുടി വെട്ടാതിരിക്കാൻ. എന്നെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി മൂക്കുത്തിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. ഇഷ്ടമുള്ള മൂക്കുത്തിയൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തൊരു മൂക്കുത്തിയൊക്കെ എടുത്ത്, ഇതേപോലൊരു മൂക്കുത്തി ഇതിന് മുമ്പേ എനിക്കുണ്ടായിരുന്നു. അന്ന് ഇത് വലുതാണെന്നും പറഞ്ഞ് ആ മൂക്കുത്തി എൻ്റെ മൂക്കിൽ നിന്ന് ഊരി മാറ്റിയതാണ്. ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടപ്പം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് എടുത്ത് തന്നു. എന്തിനാ? അല്ല മുടി വെട്ടാതിരിക്കാനാണ് കേട്ടോ. അങ്ങനെ മൂക്കുത്തിയൊക്കെ വാങ്ങിച്ച് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ പ്ലേറ്റ് അങ്ങ് മാറ്റി കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് നേരെ ബ്യൂട്ടി പാർലറിലോട്ട് പോകാമെന്ന്. അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് മുടി ഫുള്ളും അങ്ങ് വെട്ടിക്കളയാൻ അവരെടുത്ത് പറഞ്ഞ്. അപ്പം മോഹം ഇങ്ങനെ ദേഷ്യഭാവമൊക്കെ വന്ന്. പിന്നെ ഞാൻ വെച്ച് വേണ്ട, പാവമല്ലേ, ഇനിയിപ്പോൾ പ്രോഗ്രാമൊക്കെ വരുന്നത്, കുറച്ചൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അവർ മുടി അടിപൊളിയാക്കിയിട്ടുണ്ട്. കൊല്ലത്തെ വലിയൊരു ഷോപ്പാണ്, അടിപൊളി സർവീസാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് മുടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ആളിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മുടിയൊക്കെ ഒതുക്കി നമ്മൾ എപ്പോഴും വെട്ടുന്നതിനെക്കാട്ടി സ്റ്റൈലാക്കി അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് ആർട്ടിസ്റ്റല്ലേ, അപ്പോൾ കുറച്ച് ലുക്കൊക്കെ വേണ്ടേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മുടി വെട്ടി സെറ്റാക്കേണ്ട ഇച്ചിരി ഗമയൊക്കെ മുഖത്തുണ്ട്, അത്രയും വേണ്ട കേട്ടോ. അപ്പം ഇനിയും ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.